ഹായ്, ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സ്പോർട്സ് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളുള്ള വാമിംഗ് അപ്പ്. എന്തിനാണ് വാമിംഗ് അപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വാമിംഗ് അപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നത് എക്സസൈസ് ചെയ്യുന്ന വലിയ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു വോളിബോൾ മാച്ച് കളിക്കുന്നവർ മാത്രം വാമപ്പ് ചെയ്താൽ മതിയോ, അതോ ഞങ്ങൾ സിമ്പിൾ എക്സസൈസ് ചെയ്യുന്ന ഡെയിലി എക്സസൈസ് റുട്ടീനുള്ള ആൾക്കാരും വാമപ്പ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പം ഈ വാമപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് വാമപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഫിസിയോളജിക്കലായിട്ട്, അതായത് ഹ്യൂമൻ ബോഡിയുടെ ഫങ്ഷൻ ഇവരുടെ എഫിഷ്യൻസി ആക്കാൻ, ഒപ്പം സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ, നമ്മൾ മെൻ്റലി നമ്മൾ ആക്റ്റീവ് ആക്കാൻ, അങ്ങനെ നമ്മൾ ഫിസിയോളജിക്കലും സൈക്കോളജിക്കലും ഉള്ള പ്രിപ്പറേഷൻ, ഒരു മെയിൻ ആക്ടിവിറ്റിക്ക് മുമ്പേ ഉള്ള ഒരു പ്രിപ്പറേറ്ററി ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് വാമിംഗ് അപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുന്നിൽ ഒരു സെറ്റ് ഓഫ് ഗോൾസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയെ എത്രമാത്രം പ്രിപ്പയർ ആക്കുന്നു എന്നുള്ളതാണ് വാമിംഗ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കും തീർച്ചയായിട്ടും വാമിംഗ് അപ്പ് ഉണ്ടാവണം. വാമിംഗ് അപ്പ് ഉണ്ടായാൽ മാത്രമേ, സപ്പോസ് ഒരു പ്ലെയർ ആണെങ്കിൽ അയാളുടെ എക്സലൻറ്റ് പെർഫോമൻസിലേക്ക് എത്താനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇനി നമ്മൾ എക്സസൈസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വാമിംഗ് അപ്പ് പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നമ്മൾ മൂവ്മെൻറ്റ്സിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ ന്യൂറോ മസ്കുലർ സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ മെറ്റബോളിക് പാത്വേസ് അത് തീർച്ചയായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യും. ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ബോഡി തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യാൻ നമുക്ക് എനർജി ആവശ്യമാണ്. അപ്പോൾ നമ്മളെ ഈ ബോഡി അല്ലെങ്കിൽ ഈ മസിൽസിന് വേണ്ട എനർജി സോഴ്സ് കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയുടെ ഹാർട്ട് റേറ്റ് തീർച്ചയായിട്ടും കൂടും, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടും, നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം വർദ്ധിപ്പിക്കും. ഇതെല്ലാം ബേസിക്കലി നമ്മുടെ എനർജി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് ഫങ്ഷനാണ്. ഇങ്ങനെ സപ്പോസ് നമ്മളിങ്ങനെ ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡി സിസ്റ്റംസ് എല്ലാം സ്റ്റിമുലേറ്റ് ആവും. ആ സമയത്ത് നമ്മുടെ ആർട്ടറീസിലേക്കും വെയിൻസിലേക്കും ഒരുപാട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. ആ ബ്ലഡ് ഫ്ലോയാണ് നമ്മുടെ വർക്കിംഗ് മസിൽസിലേക്ക് റൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആവും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഓക്സിജൻ പെട്ടെന്ന് റിലീസ് ആവുന്നത്. നമ്മുടെ ഈ മസിൽസിന് വേണ്ട ഓക്സിജൻ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എക്സസൈസ് തുടങ്ങുമ്പോൾ ബോഡിയുടെ ഈ റെസ്പോൺസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസിന് എനർജി വേണ്ടി വരും. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസും ഫാറ്റി ആസിഡ്സും കലോറി ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ മസിൽസിൻ്റെ എനർജി യൂട്ടിലൈസേഷൻ വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഞാൻ ഈ പറഞ്ഞ കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റവും ഈ ന്യൂറോ മസ്കുലർ സിസ്റ്റവും എല്ലാം ആക്റ്റീവായി ഈ ഒരു പ്രോസസ്സ് മീറ്റ് ചെയ്യുന്നത് നമ്മളെ ബോഡിയെ എഫിഷ്യൻ്റായിട്ട് ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സിനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ എത്തുന്നതും നമ്മളെല്ലാ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്ന, ഫിസിയോളജിക്കലും സൈക്കോളജിക്കലുമായിട്ട് നമ്മളെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് വാമിംഗ് അപ്പ്. അതുകൊണ്ട് വാമിംഗ് അപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ദോസ് ഹു ആർ ഹാവിങ് എനി എക്സസൈസ് പ്രോഗ്രാം. എന്ത് എക്സസൈസ് പ്രോഗ്രാം ചെയ്യുമ്പോഴും അതൊരു സ്ലോയിൽ നിന്ന് ഹൈയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ടൈപ്പ് ഓഫ് വാമിംഗ് അപ്പ് എക്സസൈസുകൾ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ബോഡിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ബോഡിയുടെ കോർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മസിൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുള്ളത്. എന്നാലേ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലങ് വെന്റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് നമ്മുടെ ലങ്സിലേക്ക് വരുന്ന എയറും പോകുന്ന എയറിൻ്റെയും ആ ഒരു പ്രോസസ്സ്, ആ ലങ് വെന്റിലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ നമ്മുടെ മസിൽസിലേക്ക് തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഒരു സ്പോർട്സ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചാണ് തീർച്ചയായിട്ടും സംഭവിക്കുന്ന അയാളെ എജിലിറ്റി കൂടുന്നു. സപ്പോസ് നമുക്കൊരു എജിലിറ്റി എന്ന് പറയുന്നത് ബോഡിയുടെ കഴിവാണ് തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ളത്. ആ എജിലിറ്റി തീർച്ചയായിട്ടും സ്പീഡാവും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. അത് വാമിംഗ് അപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ബോഡിയുടെ റിയാക്ഷൻ ടൈം ഇമ്പ്രൂവ് ചെയ്യും. നമുക്കറിയാം, ഒരു സ്പോർട്സ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു നോർമൽ ആൾ തീർച്ചയായിട്ടും നമുക്ക് റിയാക്ഷൻ ടൈം ഉണ്ടാവണം. റിയാക്ഷൻ എബിലിറ്റി എന്ന് വെച്ചാൽ ഒരു സിഗ്നലിനെതിരെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ വാംപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ ടൈം കൂടും എന്നുള്ളതാണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മുടെ മസിൽസും ബ്രെയിനും കണക്റ്റഡ് ആണ്. ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ ഇമ്പൾസ് ഫാസ്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഏതൊരു വാമിംഗ് അപ്പിനും ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും പറയുന്ന ഒരേ ഒരു സാധനമാണ്, നമുക്ക് ഇഞ്ചുറി കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ബോഡി പ്രിപ്പയർ ആകുമ്പോൾ തീർച്ചയായിട്ടും ബോഡിക്ക് മൂവ്മെൻറ്റ് വളരെ ഈസിയോടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഞ്ചുറി കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂടുന്നു. അതായത് നമുക്കറിയാം ഒരു ജോയിൻറ്റിൻ്റെ ബെറ്റർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ആ ജോയിൻറ്റിന് മാക്സിമം മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ ഇൻ ദ ജോയിൻറ്റ് ഇൻക്രീസസ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമ്മൾ നല്ലൊരു വാമിംഗ് അപ്പ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ടെൻഷനും നെർവസ്നെസ്സും കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മളെ ബോഡി അത്രയ്ക്കും പ്രിപ്പയർ ആണ്, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെൻഷൻ കുറയ്ക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആക്ടിവിറ്റി ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെൻഷനും ആ നെർവസ്നെസ്സും തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ബോഡിയുടെ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ്, ഒരു മിനിറ്റിൽ നമ്മൾ ബോഡിയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് വാമപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയുടെ കോൺസെൻട്രേഷൻ, അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളൊരു സ്പോർട്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ആവണമെങ്കിൽ നമ്മളെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ കോൺസെൻട്രേറ്റീവ് കപ്പാസിറ്റി കൂടുന്നുള്ളതാണ്. പിന്നെ നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ഇൻ സൈറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വാരിയലിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പെയിൻ ഫീൽ ചെയ്യാം. അതിന് പറയുന്ന പേരാണ് സ്റ്റിച്ച് ഇൻ ദ സൈറ്റ്. അത് പ്രധാനമായിട്ട് നമ്മുടെ ഇൻ്റർകോസ്റ്റൽ മസിൽസിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴാണ് ഈ സ്റ്റിച്ച് ഇൻ സൈറ്റ് ഉണ്ടാകുന്നത്. അപ്പം വാമപ്പ് ചെയ്താൽ നമുക്ക് ഈ സ്റ്റിച്ച് ഇൻ സൈറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വാമപ്പ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സെക്കൻഡ് വിൻഡ്, അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ആ ഡിസ്കംഫർട്ട് ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആക്ടിവിറ്റി കണ്ടിന്യൂ ആയിട്ട് പറ്റും. അതിന് പറയുന്ന പേരാണ് സെക്കൻഡ് വിൻഡ്. ആ ഒരു ഇനിഷ്യൽ ഡിസ്കംഫർട്ട് വരുമ്പോൾ അതൊരു സെക്കൻഡ് വിൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെക്കൻഡ് വിൻഡിൽ വാമപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് വിൻഡ് ഏർലി ആക്കി മാറ്റാൻ പറ്റും. ആസ് ഏർലി ആസ് പോസിബിൾ ആകുമ്പോൾ പിന്നീട് നമുക്ക് ആ ആക്ടിവിറ്റി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വാമിംഗ് അപ്പിൽ പലതരം വാമിംഗ് അപ്പ് ഉണ്ട്. ജനറൽ വാമിംഗ് അപ്പ് ഉണ്ട്, സ്പെസിഫിക് വാമിംഗ് അപ്പ് ഉണ്ട്. ഈ ജനറൽ വാമിംഗ് അപ്പും സ്പെസിഫിക് വാമിംഗ് അപ്പും ചെയ്യുമ്പോൾ ഒരു കളിക്കാരനെ സംബന്ധിച്ചോളം അയാൾക്ക് കളിയിൽ അയാളുടെ സ്കിൽ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്ലെയേഴ്സ് എല്ലാം സ്പെസിഫിക് വാമപ്പ് ചെയ്തിട്ടായിരിക്കും കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൽ എഫിഷ്യൻസി കുറച്ചുകൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും വാമിംഗ് അപ്പ് ചെയ്താൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി കുറേ കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു ഗെയിം ആണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതിലുപരി നമുക്ക് പരുക്ക് കുറച്ച് കൂടുതൽ നാൾ നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് കണ്ടിന്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരുക്കിൽ നിന്ന് മുക്തി വേണം. ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ല പാർട്ടാണ് വാമിംഗ് അപ്പ് എന്ന് പറയുന്നത്. അപ്പം വാമിംഗ് അപ്പ് ചെയ്താൽ ഇങ്ങനെയുള്ള ഗുണം നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വാമിംഗ് ഡൗൺ അല്ലെങ്കിൽ കൂൾ ഡൗൺ അല്ലെങ്കിൽ വാം ഡൗൺ. പ്രധാനമായിട്ടും നമ്മളൊരു ആക്ടിവിറ്റിക്ക് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയെ മുമ്പ് എങ്ങനെയാണോ നമ്മൾ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പേ, അതായത് നമ്മുടെ പ്രീ ആക്ടിവിറ്റി കണ്ടീഷൻ, നമ്മുടെ എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കണ്ടീഷനിലേക്ക് ബോഡിയെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. വാമിംഗ് ഡൗൺ ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ഹാർട്ട് റേറ്റ് മുകളിലേക്ക് കയറിപ്പോകും. ആ കയറിപ്പോയ ഹാർട്ട് റേറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോസസ്സാണ് വാമിംഗ് ഡൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 72 ആണ്, ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് 170. അത് ആൾക്കാരുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ പോയ മാക്സിമം ഹാർട്ട് റേറ്റിൽ പോയ ആ ഹാർട്ട് റേറ്റിനെ തിരിച്ച് 72ലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമുള്ള മാർഗ്ഗമാണ് തീർച്ചയായിട്ടും വാമിംഗ് ഡൗൺ. അത് നമ്മുടെ ബോഡിയെ റിക്കവറി എൻഹാൻസ് ചെയ്ത് നമ്മുടെ ബോഡിയെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നാച്ചുറലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ മസിൽസിലേക്ക് പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാവും. ഈ പൂളിംഗ് ഓഫ് ബ്ലഡ് വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ പഴയൊക്കെ നോർമൽ ഫ്ലോയിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ വാമിംഗ് ഡൗണിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ആക്ടിവിറ്റി കഴിഞ്ഞാലും ഒരു നോർമൽ ആളായാലും ഒരു സ്പോർട്ട് ചെയ്യുന്ന ആളായാലും തീർച്ചയായിട്ടും വാം ഡൗൺ ആ ഒരു പ്ലാനിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം ബോഡിയെ നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്ത് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് വാമിംഗ് ഡൗൺ. വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈസ് മസിൽ സോർനെസ്. അതായത് നമ്മളൊരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസിലേക്ക് പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാവും.
ഈ പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും ബോഡിക്ക് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു തരിപ്പ് ഫീൽ ചെയ്യും. നോർമലി ഇത് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്ന് വെച്ചാൽ ഡോംസ് എന്നാണ്, അതായത് ഡിലൈഡ് ഓൺസെറ്റ് മസിൽ സോർനെസ്. ഇതുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസം ആക്ടിവിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും വാമിംഗ് ഡൗൺ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബോഡി വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്പർ 1 അഡ്വാൻറ്റേജ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ വാമിംഗ് ഡൗണിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കാരണം വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യും. ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതായത് ജോയിൻറ്റിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇഞ്ചുറി ചാൻസ് കുറയ്ക്കുന്നു. അതായത് നമ്മൾ വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ നല്ല ലൂസായിട്ട് തിരിച്ച് ഫ്രഷ് ആവും. അല്ലെങ്കിൽ നമ്മൾ വാമിംഗ് ഡൗൺ ചെയ്തില്ലെങ്കിൽ കൂൾ ഡൗൺ ചെയ്ത പ്രശ്നം വെച്ചാൽ നമ്മുടെ മസിൽസ് ഷോർട്ടൻ ആയിക്കൊണ്ടേയിരിക്കും. അതായത് മസിൽസിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്ത് നമ്മൾ തിരിച്ച് മസിൽ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് മസിൽസിൻ്റെ എക്സ്പാൻഷൻ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിലൂടെ ആയിരിക്കും നമ്മൾ വാമിംഗ് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മസിൽസ് സ്ട്രെച്ചായി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വാമിംഗ് ഡൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ നെക്സ്റ്റ് ഡേയിലുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്തെന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, അതേ കണക്കാണ് നമ്മൾ തിരിച്ച് ചെയ്യുന്നത്. അതായത് ഈ വാമിംഗ് ഡൗൺ ചെയ്ത് നമ്മൾ ബോഡി നോർമലായി കൊണ്ടുവരുമ്പോൾ നെക്സ്റ്റ് ഡേ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ബോഡിയെ റെഡിയാക്കി നിർത്തുന്നു എന്നുള്ളതാണ് ഈ വാമിംഗ് ഡൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത നെക്സ്റ്റ് വാമിംഗ് ഡൗണിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ചിലപ്പോൾ രാവിലെ ഒരു സെഷൻ ഉണ്ടാവാം, വൈകിട്ട് ഒരു സെഷൻ ഉണ്ടാവും. ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നവർ രാവിലെ നടക്കാൻ പോകും, വൈകിട്ട് ചിലപ്പോൾ ജിമ്മിൽ പോകും. ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 സെഷൻ നമ്മൾ ഇടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാമിംഗ് ഡൗൺ ആവശ്യമാണ്. ആ കണ്ടിന്യൂറ്റി ഓഫ് ദ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും വാമിംഗ് ഡൗൺ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പല ഭാഗത്തും നമ്മൾ മടിച്ച് ഈ ഒരു എക്സസൈസ് പ്രോസസ്സിൽ നിന്ന് പലപ്പോഴും വിട്ടു നിൽക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് മസിൽ ഫറ്റീഗ് ഓവർകം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. നാച്ചുറലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് എക്സോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് ഒരു ഫുട്ബോൾ പ്ലെയർ 90 മിനിറ്റ്സ് മാച്ച് കളിച്ചതിന് ശേഷം ഒരു എക്സ്ട്രാ ടൈം ഒരു 30 മിനിറ്റ്സ് വരെ കളിച്ചാൽ നല്ല ഹൈ ഇൻറ്റൻസിറ്റി മാച്ചാണെങ്കിൽ ആ പ്ലെയറിൻ്റെ മസിൽസ് ഫറ്റീഗ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ മസിൽസ് ഫറ്റീഗ് ആവാതെ തിരിച്ച് റീപ്ലനിഷ് ചെയ്ത് അതിൻ്റെ റിക്കവറി എൻഹാൻസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ പ്രോസസ്സാണ് വാമിംഗ് ഡൗൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ വാമിംഗ് ഡൗണിലൂടെ നമുക്ക് പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് വാമിംഗ് ഡൗൺ ചെയ്യാവുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൈറ്റ് എക്സസൈസ്, കാരണം എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വാമിംഗ് ഡൗൺ ചെയ്യുന്ന പ്രധാന പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മേളിലോട്ട് പോകും. ഈ ഹാർട്ട് റേറ്റിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് വാമിംഗ് ഡൗണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ സപ്പോസ് എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം ഹാർട്ട് റേറ്റ് പോകുമായിരിക്കും. ആ മാക്സിമം ഹാർട്ട് റേറ്റിൽ നിന്ന് പോയി അതിനെ പെട്ടെന്ന് തിരിച്ച് താഴേക്ക് നമ്മുടെ നോർമൽ റെസ്റ്റിംഗ് ഹാർട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വാമിംഗ് ഡൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത്. അപ്പം ഈ വാമിംഗ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആക്ടിവിറ്റി ഏതെന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്ത് സ്ലോ ജോഗിങ് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് വാം ഡൗൺ ചെയ്യാം. കണ്ടിന്യൂസ് സ്ലോ ജോഗ് കുറച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യാം. അപ്പോൾ വാമിംഗ് ഡൗണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് മസിൽസിൻ്റെ ഇലാസ്റ്റിറ്റി കൂടുന്നു, ആ ജോയിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുന്നു. നെക്സ്റ്റ് കുറച്ച് എയറോബിക് എക്സസൈസുകൾ ചെയ്യാം. എന്തിനാണ് നമ്മൾ എയറോബിക് എക്സസൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഓക്സിജൻ ഡിപ്ലീറ്റ് ആവും. അപ്പം ഇനിയും വീണ്ടും ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ മസിൽസ് റിക്കവർ ആവും, മസിൽസിന് എനർജി കിട്ടും, വീണ്ടും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് എത്തും. അപ്പം ലൈറ്റ് എയറോബിക് എക്സസൈസ്, അത് വേണമെങ്കിൽ സ്ലോ കണ്ടിന്യൂസ് ജോഗ്സ് ആവാം, അങ്ങനെയുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഐസ് ബാത്ത്. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിൽ എന്തായാലും ചെറിയ ചെറിയ ടീയേഴ്സ് ഉണ്ടാവും, അവിടുന്ന് ബ്ലഡ് ചെറുതായിട്ട് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ മസിൽ സെൽസിനകത്ത് തന്നെ. അപ്പോൾ അത് നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഐസ് ബാത്ത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഐസ് ബാത്ത് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ബാത്ത്. അതായത് നമ്മൾ ചൂടും തണുപ്പും പലപ്പോഴും റിക്കവറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺട്രാസ്റ്റ് ബാത്ത്. കോൺട്രാസ്റ്റ് ബാത്ത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ ബോഡി
ചൂട് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതിനുശേഷം വീണ്ടും ഐസ് അപ്ലൈ ചെയ്യുന്നു. നോർമലി നമ്മൾ ജോയിൻറ്റ് റിക്കവറിക്ക് വേണ്ടി 4:1 ആണ്. അതായത് 4 മിനിറ്റ് ചൂട് പിടിക്കുകയും 1 മിനിറ്റ് ഐസ് അപ്ലൈ ചെയ്യും. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കോൺട്രാസ്റ്റ് ബാത്തായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത റിക്കവറിക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഫോം റോളർ ഉപയോഗിക്കാം. ഫോം റോളർ ഉപയോഗിച്ച് നമ്മൾ മസിൽസ് റിലാക്സ് ചെയ്യാം. ഫോം റോളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫോം റോൾ ചെയ്യുമ്പോൾ മസിൽസ് ഒന്ന് സൂതനിങ് ആയി ബ്ലഡ് ഫ്ലോ വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ മസാജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് മസാജിങ് ഗൺ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ബോഡി റീസർക്കുലേറ്റ് ചെയ്ത് പഴയ കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ വാമിങ് ഡൗൺ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് മേളിൽ പോയ ഹാർട്ട് റേറ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് വാമിങ് ഡൗണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാമിങ് ഡൗണിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് നമ്മൾ വാമിങ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാമപ്പും വാമിങ് ഡൗണും നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യണം. വാമിങ് അപ്പ് ആക്ടിവിറ്റിക്ക് മുന്നേയും കൂൾ ഡൗൺ അതിനുശേഷവും ചെയ്ത് അത് നമ്മുടെ റെഗുലർ റുട്ടീനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മുടെ എക്സസൈസ് കൊണ്ട് നമ്മളെ ഇഞ്ചുറി പ്രിവെൻഷനും ഒപ്പം നമ്മുടെ ബെറ്റർ പെർഫോമൻസും നമുക്ക് കുറേ നാൾ എക്സസൈസ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. താങ്ക് യു.